ഹലോ മക്കിൾസ്, നമ്മുടെ ആനുവൽ എക്സാമിന് നമ്മളെ നാലാമത്തെ ചാപ്റ്റർ, അതായത് ഫസ്റ്റ് വോളിയത്തിലെ നാലാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞ പേര് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലാതല്ലേ? ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം. ആ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയ എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ ഭൂമിയുടെ ഒരു ചിത്രം, എർത്തിൻ്റെ ഒരു പിക്ചറൊക്കെ തരും അല്ലേ? ഒരു ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ ജിയോയിഡ് ഷേപ്പ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് പോയിന്റുകൾ, ഇത് നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ നമ്മൾ അടുത്ത പരീക്ഷയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നതോട് കൂടി നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കാൻ പറ്റും. ഓക്കെ മക്കൾ, എല്ലാവരും കൂടെ ശ്രദ്ധിക്കും. നമ്മൾ ഈ എർത്ത്, ഭൂമി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോകും തോറും ഇതിനെ നമ്മൾ ഇക്വറ്റോറിയൽ റീജിയൻ, അതായത് ഭൂമധ്യരേഖ, എന്താ പറയുക, ഭൂമധ്യരേഖ അല്ലേ, ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയും. ഇതിനെ നമ്മൾ പോളാർ റീജിയൻ, അതായത് ധ്രുവ പ്രദേശം എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ധ്രുവപ്രദേശത്തേക്ക് പോകും തോറും ഇവിടെ ആരം വളരെ കുറവാണ്. പക്ഷെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഇക്വറ്റോറിയൽ റീജിയൻ, അതായത് ഭൂമധ്യരേഖ പ്രദേശത്ത് പോകും തോറും ഇവിടെ ആരം വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ആരം കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? ആരം കൂടിക്കഴിഞ്ഞാൽ ആകർഷണ ബലം കുറയും. ഇവിടെ ആരം, റേഡിയസ് കുറവാണ്, അതുകൊണ്ട് ഇവിടെ ആകർഷണ ബലം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ജിയുടെ മൂല്യം, ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിയുടെ മൂല്യം എപ്പോഴും കുറവായിരിക്കും. പക്ഷെ ധ്രുവപ്രദേശങ്ങൾ ജിയുടെ മൂല്യം എപ്പോഴും എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. പരീക്ഷയ്ക്ക് ഞാനിങ്ങനെ രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒന്ന് വിചാരിക്കുക. ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് ഇതിനെ നമ്മൾ എന്താ പേര് അറിയാം? കോമൺ ബാലൻസ് അല്ലേ, സാധാരണ ത്രാസ് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഒന്ന് എന്ത് ചെയ്തു? ധ്രുവപ്രദേശങ്ങൾ കൊണ്ടുവച്ചു. മറ്റൊന്ന് എന്ത് ചെയ്തു? ഭൂമധ്യരേഖ പ്രദേശം, ഇക്വറ്റോറിയൽ റീജിയനിൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇവിടെ വെച്ച് തൂക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മാസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ വെച്ച് തൂക്കിക്കഴിഞ്ഞാലും ഇവിടുത്തെ മാസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട മക്കളെ, മാസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വരരുത് മക്കളെ. മാസ് എപ്പോഴും പോളാർ റീജിയൻ ആയാലും ഇക്വറ്റോറിയൽ റീജിയൻ ആയാലും ധ്രുവപ്രദേശത്തായാലും ഭൂമധ്യരേഖ പ്രദേശത്തായാലും ഒരു കൺഫ്യൂഷനും വേണ്ട. മാസ് എപ്പോഴും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ 50 കിലോഗ്രാം ആണെങ്കിൽ ഇവിടെയും 50 കിലോഗ്രാം ആയിരിക്കും. പക്ഷേ എന്തിലായിരിക്കും മാറ്റം വരിക? ഭാരത്തിലാണ്, വെയിറ്റിലാണ് മാറ്റം വരിക. അതുകൊണ്ട് തന്നെ കോമൺ ബാലൻസ്, സാധാരണ ത്രാസ് എന്ന് പറഞ്ഞാൽ മാസ് അളക്കാൻ വേണ്ടിയിട്ടാണെന്ന് കൂടിയുള്ള കാര്യം കൂടി നമ്മൾ എന്ത് ഇതിനകത്ത് പഠിച്ചു വെക്കുക. അങ്ങനെയൊക്കെ ഇവിടെ നോക്കി, ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? സ്പ്രിംഗ് ബാലൻസ് അല്ലേ, സ്പ്രിംഗ് ത്രാസ് എന്നൊക്കെ പറയും. ഇതാണ് നമ്മൾ എന്തളക്കാൻ ഉപയോഗിക്കുന്നത്? ഭാരം, വെയിറ്റ് അളക്കാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ മക്കൾ, ആറ് വളരെ കുറവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ റേഡിയസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആരം കൂടിക്കഴിഞ്ഞാൽ, റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ്, ആകർഷണബലം കുറയുന്നു. ഇവിടെ ആരം കുറഞ്ഞു കഴിഞ്ഞാൽ ആകർഷണബലം കൂടുന്നു. അപ്പോൾ ഇവിടെ ആകർഷണബലം കൂടിക്കഴിഞ്ഞാൽ ഈ സ്പ്രിംഗ് ബാലൻസിൽ ഈ വെയിറ്റിന് എന്ത് ചെയ്യുന്നു? ഭൂമി നല്ലോണം ആകർഷിക്കുന്നു. അതുകൊണ്ട് ഇതിന് ഭാരം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഭാരം എന്തായിരിക്കും? വെയിറ്റ് എന്തായിരിക്കും? കൂടുതൽ. കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ വെയിറ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം ഇവിടെ ആകർഷണ ബലം എന്താണ്? കുറവാണ്. അപ്പോൾ ഇവിടെ ഭാരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഇവിടെ വെയിറ്റിൽ എന്തുണ്ട്? ഡിഫറൻ്റ് ആണ്, വ്യത്യാസം വരുന്നുണ്ട്, ഓർത്തേക്കുക. പക്ഷേ മാസിൽ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നോക്ക്, നമ്മൾ ഭൂമിയുമായി ബന്ധപ്പെട്ട് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ജിയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് തന്നിട്ടുള്ളത്. ജിയുടെ മൂല്യം ഭൂമിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയിരിക്കുമോ? എന്താണ്? വിൽ ദ വാല്യൂ ഓഫ് ജി ബി ദ സെയിം എവരിവെയർ ഓൺ ദി എർത്ത്? എർത്തിൻ്റെ എല്ലാ ഭാഗത്തും ജിയുടെ വാല്യൂ സെയിം ആണോ? അല്ല. എന്താണ്? ഡിഫറൻ്റ് ആണ് അല്ലേ? നോ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വേർ വിൽ ദ വാല്യൂ ജി ഇസ് ദ മാക്സിമം ഓൺ ദ എർത്ത് സർഫസ്? ജിയുടെ വാല്യൂ, ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും? ജിയുടെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ധ്രുവപ്രദേശങ്ങളിലാണ്. എവിടെയാണ്? ധ്രുവപ്രദേശം, പോളാർ റീജിയൻ ആണ്. ജിയുടെ മൂല്യം ഏറ്റവും കുറവ് എവിടെയാണ്? ഭൂമധ്യരേഖ പ്രദേശത്ത്, അതായത് എവിടെയാണ്? ഇക്വറ്റോറിയൽ റീജിയനിലാണ്. ഇനി ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എത്രയായിരിക്കും? ഒരു കൺഫ്യൂഷൻ വേണ്ട. ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എത്രയാണ്? 0 ആണെന്ന് പറയുക. ഭൂകേന്ദ്രത്തിൽ ജിയുടെ മൂല്യം എത്രയാണ്? 0. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് എൻ്റെ പൊന്നു മക്കൾസ് പഠിച്ചു വയ്ക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് വോളിയത്തിൽ നമുക്ക് 20 മാർക്കുള്ള ക്വസ്റ്റ്യൻ വരിക. അപ്പം ഞാൻ തന്നിട്ടുള്ള ഈ ഓരോ കണ്ടന്റ് വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടേ നമ്മൾ പരീക്ഷയിൽ ചെല്ലാൻ പാടുള്ളൂ. ഓക്കെ, റെഡിയാണല്ലോ?
കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ്. അങ്ങനെയെങ്കിൽ ഗുഡ് ബൈ.